അത് കൊലപാതകമാണ്. ബാങ്കുകാർ കൊന്ന് ബാങ്ക് മാനേജറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം പറയാനുള്ളത്. ഇത് നിങ്ങൾ എന്താ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്? വോയിസ് റെക്കോർഡ് കൂടി ഉണ്ട്. 4 ചെറിയ കുട്ടികൾ പോയി നോക്കി നോക്കി. എല്ലാം കല്യാണം പെൺകുട്ടികളാണ്. നാളെ അടച്ചു പോകും. ഇതിനാണ് നിങ്ങൾക്ക് സമ്മാനം പറയും. ലോക മനുഷ്യാവകാശ ദിനമാണ്. മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം, അങ്ങനെ ഒരു നിയമം തന്നെ നമുക്കുണ്ട്. ഈ നാട്ടിൽ ജീവിക്കുവാനും അഭിപ്രായ സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ ഒരു രാജ്യം. പൈസ ബാങ്ക് ലോണിൻ്റെ അടവ് തെറ്റിയതിൻ്റെ പേരിൽ പാവം ഈ നിരപരാധിയായ വെറും ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ട് 4 പെൺമക്കളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ താജുദ്ദീൻ മാനസിക സംഘർഷം മൂലം, ബാങ്കുകാരുടെ ഭീഷണി മൂലം, ഭരണകൂട ഭീകരതയുടെ ഭാഗമായി മരണപ്പെടുകയുണ്ടായി. ഈ മരണത്തിന് ഉത്തരവാദികൾ ഈ ബാങ്കും ഭരണാധികാരികളുമാണ്, സർക്കാരുമാണ്. ഇതുപോലെ 100 കണക്കിന് ആളുകൾ മുതലമടയിൽ ജപ്തി ഭീഷണി നേടുന്നുണ്ട്. സർഫാസി നിയമം പ്രയോഗിച്ച് വീട് കുടിയിറക്കപ്പെടുന്നു, കുടുംബത്തെ അനാഥമാക്കുന്നു, തെരുവിലിറക്കപ്പെടുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ സഹജമായിരിക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട സർക്കാരുകളോ രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് താജുദ്ദീൻ. ഇതുപോലെ 100 കണക്കിന് താജുദ്ദീന്മാർ മുതലമടയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പൊതുജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഈ ബാങ്കുകൾക്ക് എടുത്ത പണം നമ്മൾ തിരിച്ചടയ്ക്കും. കാലാവധി വേണം, സമയം വേണം. അല്ലാതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഫോണിലൂടെയും വീട്ടിൽ വന്ന് സീൽ ചെയ്ത് ഇന്നലെ 9-ാം തീയതി പണം അടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്ത് സീൽ വെച്ച് ആ 4 മക്കളെയും കുടുംബത്തെ ഇറക്കിവിടാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു മുതലമടയിൽ ഒരു ബാങ്ക് ഇത്തരം ക്രൂരമായ ഒരു നടപടി നടത്തി ഇന്ന് മനുഷ്യാവകാശ ദിനത്തിൽ ഒരു കുടുംബം അനാഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട്. ആ ഏതൊരു പൗരനാണെങ്കിലും ലോൺ എടുക്കുവാനും ലോൺ തിരിച്ചടയ്ക്കുവാനും അതിന് സമയം വാങ്ങുവാനും അതിനുള്ള സാഹചര്യമെല്ലാം ഒരുക്കുവാനുള്ള അവകാശമുള്ള ഒരു നാട്ടിൽ ബാങ്കുകാർ എല്ലാ വീടുകളും കയറി ഇറങ്ങി കർഷകരും അതുപോലെ കർഷക തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാരെ എല്ലാം ഭീഷണിപ്പെടുത്തി ജപ്തിലേല ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ കൊന്നൊടുക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളെ തെരുവിലിറക്കുകയാണ്. ഈ സർഫാസി നിയമം ഇതുപോലെ ഗവൺമെന്റിന്റെ ക്രൂരമായ നടപടി, ഭരണകൂട ഭീകരത അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഇന്ന് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൽ പറയുവാനുള്ളത്. മറ്റേ ഫിറോസ് വീടിൻ്റെ ഒരു ജപ്തിൻ്റെ കാര്യം എന്തോ സംസാരിച്ചിട്ട് പറഞ്ഞു. അതെന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ വീടുമായി ബന്ധപ്പെട്ടിട്ട്? എൻ്റെ പ്രശ്നം ഇപ്പോൾ 4 പെൺകുട്ടികളാണ്. ഇപ്പോൾ ഒരു കുട്ടി നിൽക്കാതെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വർക്കുകളൊക്കെ വളരെ കുറവ്. അപ്പോൾ ബാങ്കിൽ ഇപ്പോൾ കുറേ വർഷങ്ങൾ ഞാൻ പലിശ അടച്ച് 10-13 വർഷമായ പ്രശ്നമാണ്. അതിപ്പോൾ ഒരു മൊത്തം അത് ലോക്കാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു 4 പെൺകുട്ടികളാണെന്നൊക്കെ നീ പറഞ്ഞ എന്തെങ്കിലും നമുക്കൊരു സഹായം കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്നൊരു സഹായം ചെയ്താന്ന് പറയാം. ഫിറോസ് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കുടുംബം അനാഥരായി. ഇതുപോലെ ഇനി ഒരുപാട് കുടുംബങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഇതുപോലെ വരാൻ പാടില്ല. അത് പൊതുജനങ്ങൾ സംഘടിപ്പിച്ച് ഇത് ബാങ്കിനെതിരെ ശക്തമായൊരു സമരം ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് ജീവൻ ഇവിടെ പൊലിഞ്ഞു പോകും. ഇതുപോലെ മരണപ്പെട്ടത് എൻ്റെ അത്താൻ്റെ അനിയനാണ്, മനസ്സിലായി, ചിന്നത്താവാണ്. പക്ഷേ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇനി സംഭവിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് ഇത് ശക്തമായി ഇതിനെ എതിർത്തില്ലെങ്കിൽ ഒരുപാട് ജീവൻ പോകും, മനസ്സിലായില്ലേ? ഇത് ബാങ്ക് മൊത്തം ഇതിൻ്റെ ഇടയിൽ മൊത്തം ആൾക്കൊരു അസുഖമില്ല, ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. ബാങ്ക് ടോർച്ചർ ചെയ്തിട്ട് മാനസിക സമ്മർദ്ദം മൂലമാണ് ഇതിപ്പോൾ മരണപ്പെട്ടത്. കുടുംബം 4 പെൺമക്കൾ മൊത്തം ഒരു അനാഥരായ അവസ്ഥയായി. ഇതിനാര് ഉത്തരം പറയും? ബാങ്കുകാർ പറയുമോ? ഇത് കുടുംബം ഇതിന് നഷ്ടം ആര് സഹിക്കും? പറയും. ഇത് ശക്തമായ ജനങ്ങൾ എതിർ. അൻവറേ, മറ്റേ ഞാൻ ആ വീടിൻ്റെ ബാങ്കിൻ്റെ പ്രശ്നം പറഞ്ഞത് നീ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ ഒന്നും വിളിച്ചില്ല. പിന്നെ എന്താണെന്നൊന്ന് അന്വേഷിച്ച് നോക്കായിരുന്നു. ഇതിൽ മറ്റേ എങ്ങനെയാ വേറെ ഏത് രീതിയിലോ ഞാൻ ഒരു 7-8 ലക്ഷത്തോളം പലിശ കെട്ടിയിട്ടുണ്ട് ഇതിൽ ബാങ്കിൽ. ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപ കെട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വായടക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഒന്ന് നോക്കി. ആ ഇലക്ഷൻ്റെ തിരക്ക് കാരണം ഇതുവരെ വിളിച്ചില്ല.
പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇനിയൊരു മരണം സംഭവിച്ചുകൂടാ എന്നാണ് പറയേണ്ടത്. അതിന് എല്ലാവരും ഐക്യത്തോടു കൂടി നല്ല രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് ഉച്ചയ്ക്ക് രജിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. 9,000 ഉള്ളിൽ കുറച്ച് പൈസൻ്റെ പ്രശ്നമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താ ചെയ്യാന്നൊരു പിടിയിലാണ് നിൽക്കുകയാണ് പറയാം. ഇപ്പം നിങ്ങൾ നിരന്തരം ഇന്നലെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് എന്താ പറയുക, നല്ലൊരു സംഖ്യ പലിശ അടക്കം വേണമെന്നും കുടിയിറക്കപ്പെടുമെന്നും നോട്ടീസ് അടയ്ക്കും നിരന്തരം ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് കുടുംബക്കാർ പറയുന്നത്. അങ്ങനെ ഇന്നലെ ഹാർട്ട് അറ്റാക്ക് അതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ സംസാരിച്ചും അവർ സംസാരിച്ചും അയാളുടെ ഈ മാനസിക പിരിമുറുക്കം കൊണ്ടാണ് ഇന്ന് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് മാനസിക പിരിമുറുക്കമാണ് മരണകാരണം. അപ്പം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഭരണകൂടവും ഈ ബാങ്കും നടത്തിയ ഒരു കൊലപാതകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതെന്ന് വെച്ചാൽ ലോൺ എടുക്കാത്ത സാഹചര്യമൊന്നും ഇവിടെ ഇല്ല, എല്ലാവരും ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സമയവും സാഹചര്യവും കൊടുക്കണ്ടേ. എവിടെ കൊടുത്തു? നിങ്ങൾ നാളെ നടപടിയാണല്ലോ. ഇതിന് സമ്മർദ്ദം പോയി അസുഖമില്ല, ആരോഗ്യമുള്ള മനുഷ്യനാണ്. സമ്മർദ്ദം മൂലം മരണപ്പെട്ടു 4 പെൺമക്കളാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇതിന് ശേഷം നമ്മൾ സംസാരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ അതിന്റെ പ്രതിഷേധം ഞങ്ങളിപ്പോൾ അറിയിച്ചതേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംഗതികൾ ഈ ബാങ്കിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. നിന്നിട്ടാണ് സംസാരിച്ചത്. വൈഫും മോളും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതൊക്കെ നടപടിയുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മളവരിനെ കുടിയിറക്കാനോ നീ ഭീഷണിപ്പെടുത്തിയിട്ട് ഇറക്കി വിടാനോ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടത്. കുടുംബത്തിന്റെ നാദം നഷ്ടപ്പെട്ടില്ലേ? അല്ല സർ, നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ 11-ാം തീയതി മറ്റേ റിക്കവറി അതിലുണ്ട് നോട്ടീസ്. അല്ല 5 ലക്ഷത്തിന് 10 ലക്ഷം കൊടുക്കാം. ജീവൻ കെട്ടി ചോദിക്കും നിങ്ങള്. 5-ന് 10 തരാപ്പോ 10 ലക്ഷം ജീവൻ തിരിച്ചു കൊടുക്കാം മാഡം. 10 ലക്ഷം ജീവൻ കൊടുക്കില്ല. പിന്നെ ഈ കാണിച്ചു കൂട്ടി എനിക്ക് മിണ്ടായിരിക്കും ചെയ്യേണ്ടത്. നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടോ, റവന്യൂ റിക്കവറി നടപടികൾ നിങ്ങൾക്ക് അറിയില്ല മേഡം, നിങ്ങൾക്ക് അറിയില്ലാത്തല്ലേ ഇപ്പൊ പറഞ്ഞത്. നോട്ടീസ് വിട്ട് അറിയില്ലാത്തല്ലേ പറഞ്ഞത്. നോട്ടീസ് വിട്ട് അറിയില്ലാത്തല്ലേ പറഞ്ഞത്. നിങ്ങളിപ്പോ പറഞ്ഞത് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ജീവൻ പോയില്ലേ? ജീവൻ പോയി തിരിച്ചു കൊടുക്കുന്നത് 5-ന് 10 കൊടുത്താൽ ജീവൻ തിരിച്ചു കൊടുക്കോ? വെറുതെ കൂട്ടം കൂടി മാനേജറിന്റെ ലാൻഡ് ഫോണും 2 മൊബൈൽ ഫോണും ജാസിമിൻ വൈഫ് ഓഫ് താജീദ് പറഞ്ഞ മാനേജർക്ക് അറിയും. ലോൺ നമ്പറും എഴുതിയിട്ടുണ്ട്. അപ്പൊ നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാനേജർ പറയാം. അതുപോലെ പല വോയിസും കാണുന്നുണ്ട്. ഞങ്ങൾ വെറുതെ പറയില്ല. ലോൺ കൊടുക്കുന്ന റിക്കവറി നടപടികളുമായിട്ട് പോയി എന്നല്ലാണ്ട് നമ്മൾ അയാളെ പേഴ്സണലായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫോൺ കോളും ഇല്ല. ഇതിപ്പോ അവര് പറഞ്ഞതല്ലേ മാഡം, നിങ്ങൾ പറയുന്നത് റെക്കോർഡ് ഉണ്ട് മാഡം. നിങ്ങൾ ഈ ടോർച്ചർ ചെയ്യുന്നത് മൊത്തം ഇവിടെ റെക്കോർഡാണ്. അത് അവന്റെ ഫോണിൽ നിന്നുള്ള ഫുൾ റെക്കോർഡാണ് ഇവിടെ. നിങ്ങൾ ഒരു മിനിറ്റ്, 9-ാം തീയതി വിളിച്ചിട്ട് 8-ാം തീയതി നിങ്ങൾ വിളിച്ചിട്ട് 11-ാം തീയതി ജപ്തി വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്താ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്. വോയിസ് റെക്കോർഡ് ഇവിടെ ഉണ്ട്.
4 ചെറിയ കുട്ടികൾ പോയി നോക്കി നോക്കി എല്ലാം 4 കല്യാണം പെൺകുട്ടികളാണ്. പൈസ നിങ്ങൾക്ക് നാളെ അടച്ചു പോകും. ഇതിനാണ് നിങ്ങൾക്ക് സമ്മാനം പറയും. 4 പെൺകുട്ടികൾ ജീവൻ പോയില്ലേ? അവരുടെ ഒപ്പം ഇറക്കി വിടാനാണ് നിൽക്കണത്. അവരുടെ ഒപ്പം ഇറക്കി വിടാനാണ് നിൽക്കണത്. പുതുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ വൈഫും മോളും കൂടെ നിങ്ങൾ ഈ പറഞ്ഞ ഇറക്കി രീതിയിൽ സംസാരിച്ചില്ല. അവരുടെ ഒപ്പം ഇറക്കി വിടാനാണ് നിങ്ങൾ സംസാരിച്ചാൽ ഇവിടെ മയ്യത്തുണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സംസാരിച്ചാൽ ഇവിടെ മയ്യത്തുണ്ടാവില്ല. അതറിയാം നിങ്ങൾക്ക്. നിങ്ങൾ ടോർച്ചർ ചെയ്യുന്നതിന് ഫുൾ വോയിസ് റെക്കോർഡ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ടോർച്ചർ ചെയ്താണ് മൊത്തം. പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ NOC വായിച്ച് കേൾപ്പിച്ചത് അതിലെന്താ എഴുതിയിരിക്കുന്നുള്ളത് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഒരു അസുഖമില്ല, ആരോഗ്യമുള്ള വ്യക്തിയാണ്. പക്ഷെ മരണപ്പെട്ടു. സമ്മർദ്ദം മൂലം. എവിടെ സമ്മർദ്ദം? എന്ത് സമ്മർദ്ദം? അത് കൊലപാതകമാണ്. ബാങ്കുകാർ കൊന്ന് ബാങ്ക് മാനേജറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം പറയാനുള്ളത്. കേരള സംസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാനത്തിൽ പാലക്കാട് ജില്ല അതുപോലെ നമ്മുടെ കിഴക്കൻ മേഖല ബാക്കിയുള്ള ജില്ലനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ സാധാരണക്കാരാണ്. അവർക്ക് ആ ബാക്കിയുള്ള ജില്ലയെ അപേക്ഷിച്ച് ആ രീതിയിലുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ് നമ്മുടെ കിഴക്കൻ മേഖല. സർക്കാർ ഇത് മനസ്സിലാക്കണം. ഈ മേഖലയിലുള്ള ഈ പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കൂലിപ്പണിയും അതുപോലെ തന്നെ പ്രയാസങ്ങളും മനസ്സിലാക്കിയിട്ട് സർക്കാർ ഇതുപോലുള്ള ജപ്തി കടങ്ങളിൽ നിന്ന് സാധാരണക്കാരെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് സംരക്ഷിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ സർക്കാർ അംബാനിമാരുടെ കടങ്ങൾ എഴുതി തള്ളുന്നു. ഇവിടുത്തെ മുതലാളിമാരുടെയും അംബാനിമാരുടെയും കടങ്ങൾ എഴുതി തള്ളുന്നു. ഇതുപോലുള്ള പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ച് കുടുംബത്തിൽ ഇരിക്കാൻ പറ്റാതെ അവരെ മാനസികമായി ഭ്രാന്തി രീതിയിലാക്കി ഈ രീതിയിലുള്ള അറ്റാക്ക്, സൂസൈഡ്, ഈ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണക്കാര് നമ്മുടെ സംസ്ഥാന സർക്കാരുടെ ഉദ്യോഗസ്ഥന്മാരായ ഈ രീതിയിലുള്ള ബാങ്ക് മാനേജർമാരാണെന്നുള്ള കാര്യം പറയാണ്. ഇവിടുത്തെ മാനേജർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നായി നിൽക്കണമെന്ന് കൂടി ഈ വേദിയിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഒരുപാട് ബാങ്കുകൾ ഇതുപോലെ ഒരുപാട് അവസ്ഥയിലാണ്. ഇതുപോലെ ഇനിയൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ലോണിനുള്ള പേരിൽ കൊടുത്ത് ജനങ്ങളുടെ പിഴിഞ്ഞെടുത്ത് അവരുടെ ജന്മം മൊത്തം ലോൺ എന്ന പേരിൽ കൊടുത്ത് അവരുടെ ജീവിതം മൊത്തം നശിപ്പിക്കുകയാണ്. അതിന് ശക്തമായി സർക്കാരും മറ്റുള്ള ഇടപെട്ട് ഇതുപോലെ ഇനിയൊരു ജീവൻ പൊലിയാതെ സൂക്ഷിക്കാൻ സർക്കാരും മറ്റുള്ള പൊതുജനങ്ങളും എല്ലാവരും ഇടപെട്ട് അതിൽ തക്കതായ ഒരു സമരം നേരിട്ട് ഇതുപോലെ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.